മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് ഈ ടാസ്ക് ബാറിൽ നമ്മൾ സെർച്ച് ചെയ്യാം. എക്സൽ എന്ന് EXCL എക്സൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കാണിക്കും എക്സൽ. ഞാൻ മൈക്രോസോഫ്റ്റ് എക്സൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് ഒരുപാട് ലൈൻസ്, ഒരുപാട് കോളങ്ങളും വരികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, താഴെ നമുക്ക് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഷീറ്റ് 1 നമുക്ക് വർക്ക് ചെയ്യാം, ഷീറ്റ് 2 വർക്ക് ചെയ്യാം, 3 വർക്ക് ചെയ്യാം. നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സൽ വർക്ക് ബുക്കിനകത്തുള്ള ഓരോ പേജുകളെ നമുക്ക് ഷീറ്റ് എന്ന് പറയാം. അപ്പോൾ എന്താണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ വർക്ക് ഷീറ്റ് പ്രോഗ്രാം ഓർ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം. മൈക്രോസോഫ്റ്റ് എക്സലിനെ വർക്ക് ഷീറ്റ് പ്രോഗ്രാം എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം എന്ന് വിളിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻസ്. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാൽക്കുലേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് മാർക്ക് ലിസ്റ്റ്, പ്രൈസ് ലിസ്റ്റ്, സാലറി ടേബിൾ, ഐറ്റം ടേബിൾ എക്സെട്ര. നമുക്ക് സാലറി ടേബിൾ ഉണ്ടാക്കാൻ പറ്റും, പ്രൈസ് ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സാലറി ടേബിളുകൾ, പ്രൈസ് ലിസ്റ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എക്സെട്ര മുതലായവ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ടേബിളുകൾ ഓരോ സ്ഥാപനത്തിനും അനുസരിച്ചിട്ടുള്ള വർക്കുകൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻസ് ആണ് കൂടുതലായി. നമുക്ക് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് എക്സൽ എന്ന് പറയുന്നത്. ഇത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഓഫീസിലെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറക്കിയ ഒരു സോഫ്റ്റ്വെയർ പാക്കേജിനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നൊരു പ്രോഗ്രാം മാത്രമാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, പവർ പോയിൻ്റ്, ആക്സസ്, വൺ നോട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോഗ്രാമുകൾ കൂടി ചേർന്നാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്സലിനകത്ത് പ്രധാനമായിട്ടും കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. നമ്മൾ വേർഡിനകത്ത് കൂടുതലും ടൈപ്പിംഗ് ആണ് നമ്മൾ ചെയ്യാറ്. ഇവിടെ നമ്മൾ കൂടുതലും കാൽക്കുലേഷൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പേജിനകത്ത് നമുക്കിവിടെ എ കോളം, ബി കോളം, സി കോളം, കോളങ്ങളെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ലെറ്റേഴ്സാണ് വരുന്നത്. കോളങ്ങളെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വരികളെ റെപ്രസെൻ്റ് ചെയ്ത് നമ്പേഴ്സാണ്. ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരി, മൂന്നാമത്തെ വരി, നാലാമത്തെ വരി, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് 41 റോസ് ആണ് കാണാൻ പറ്റുന്നത്. അതുപോലെ കോളങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ AC വരെ കോളങ്ങൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഇങ്ങനെ എത്ര വേണമെങ്കിൽ നമ്മൾ മൗസ് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. താഴേക്ക് ഇങ്ങനെ വരികളുടെ എണ്ണം കൂടി വരുന്നു. അപ്പോൾ ഒരുപാട് വരികളുണ്ട്. അപ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് വരികളുണ്ട് ഒരു ഷീറ്റിനകത്ത്. അപ്പോൾ പെട്ടെന്ന് ഏറ്റവും അവസാനത്തെ വരിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക, CTRL എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് പിടിക്കുക, ഡൗൺ ആരോ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ വരി കാണാൻ പറ്റും. ഇതാണ് 10,48,576 വരി ഓരോ ഷീറ്റിലും ഉണ്ടാവും. ഒരു ഷീറ്റിൽ 10,48,576 വരികളുണ്ട്. കൺട്രോൾ ടോപ്പിലേക്കുള്ള ആരോ പ്രസ് ചെയ്താൽ ഫസ്റ്റ് വരിയിലേക്ക് തന്നെ വരും. കോളങ്ങൾ എന്ന് പറഞ്ഞാൽ ABC അങ്ങനെ Z വരെ പോകും. Z എത്തിക്കഴിഞ്ഞാൽ പിന്നെ AB, AC അങ്ങനെ AZ വരെ പോകും. പിന്നെ BA, BB അങ്ങനെ BZ വരെ പോകും. അങ്ങനെ കൺട്രോൾ റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ XFT വരെയാണ് കോളങ്ങളുള്ളത്. അത് ഏകദേശം 16,384 കോളങ്ങളുണ്ടാവും. കൺട്രോൾ ലെഫ്റ്റിലേക്കുള്ള ആരോ പ്രസ് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് കോളത്തിലേട്ടന്നെ വരും. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മുകളിൽ കാണിക്കും 10,48,576 എന്ന് പറഞ്ഞാൽ റോ, 16,384 C എന്ന് പറഞ്ഞാൽ കോളം. അപ്പോൾ ഞാൻ 10,00,000 വരികളും 16,000 കോളങ്ങളും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ കാണിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തെ പറയുന്ന പേരാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സലിൽ ഈ ബോക്സുകളെ പറയുന്ന പേരാണ് സെൽ എന്നാണ് പറയുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെൽ എന്ന് പറയുന്നത്. ഞാൻ ഈ സെല്ലിനകത്ത് എന്താണോ ടൈപ്പ് ചെയ്യുന്നത്, ഞാൻ 45 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല ബാറിൽ 45 എന്നാണ് കാണിക്കുക. അതേസമയം ഞാനിവിടെ വെബ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ് എന്നാണ് അവിടെ കാണിക്കുന്നത്. ഈ സെല്ല് ബ്ലാങ്ക് ആണ്, അപ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെല്ലിനകത്ത് എന്താണോ ഉള്ളത് അതാണ് ഫോർമുല ബാർ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ
നമ്മൾ ഈ ഒരു സെല്ല് ഡിലീറ്റ് ചെയ്തു, അപ്പോൾ നമുക്കത് ബ്ലാങ്കായി, അപ്പോൾ ഫോർമുല ബാർ ബ്ലാങ്കായി കാണിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെല്ലിനകത്ത് എന്ത് എൻ്റർ ചെയ്താലും ഫോർമുല ബാറിനകത്ത് കാണിക്കും. അപ്പോൾ എന്താണ് സെല്ല്? സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയും കോളവും കൂട്ടിമുട്ടി നിൽക്കുന്ന ഭാഗത്തെയാണ് സെല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോളം ഇങ്ങനെ പോകുന്നുണ്ട്, അതുപോലെ ഈ ഒരു റോ ഇങ്ങനെ പോകുന്നുണ്ട്, കോളം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വരിയും കോളം തമ്മിൽ ടച്ച് ചെയ്യുന്ന എല്ലാ ഭാഗത്തും നമുക്ക് സെല്ലുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ റോയും കോളം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് സെല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സലിനകത്ത് സംഖ്യകൾ തമ്മിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല, സെല്ലുകൾ തമ്മിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സെല്ലുകൾ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് കാൽക്കുലേഷനാണ് എക്സലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആയിരക്കണക്കിന് കാൽക്കുലേഷൻസ്, ലക്ഷക്കണക്കിന് കാൽക്കുലേഷൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇടും. കാരണം നമുക്ക് 10 ലക്ഷത്തോളം ഡാറ്റാസ്, 10 ലക്ഷത്തോളം വരികൾ നമുക്ക് ഇതിനകത്തുണ്ട്, 16,000-ഓളം കോളങ്ങളുണ്ട് ഒരു ഷീറ്റിനകത്ത് തന്നെ. അപ്പോൾ നമുക്ക് ഷീറ്റ് 1-ലോ ഷീറ്റ് 2-ലോ ഷീറ്റ് 3-ലോ ഒക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.